ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ജ്യോതിർധ്യാനം. ഭഗവാൻ ബാബ അരുളുന്നു. ധാരാളം ഗുരുക്കന്മാർ വിവിധ തരത്തിലുള്ള ധ്യാന രീതികൾ ഉപദേശിക്കുന്നു. പക്ഷേ ഞാനിപ്പോൾ ഏറ്റവും ഫലപ്രദമായ ഒരു ധ്യാന രീതി ഉപദേശിക്കാം. ആധ്യാത്മിക സാധനയിൽ ഇത്തരമൊന്ന് ആദ്യം. ഇത് പരിശീലിക്കാൻ എന്നും കുറച്ചു സമയം മാറ്റിവെക്കണം. പിന്നീട് മെല്ലെ മെല്ലെ ധ്യാന സമയം കൂട്ടണം. ഉദയത്തിനു മുമ്പുള്ള സമയം ഏറ്റവും നന്ന്. ഉറക്കം കഴിഞ്ഞ് ക്ഷീണമകന്ന് ആ ദിനത്തിന്റെ ഭാരം പേറുന്നതിന് മുമ്പുള്ള സമയം. മുന്നിൽ ദീപം കൊളുത്തി വെക്കുക. പത്മാസനത്തിലോ മറ്റേതെങ്കിലും സുഖകരമായ ആസനത്തിലോ ഇരിക്കുക. കുറച്ചു നേരം ദീപനാളം ശ്രദ്ധിക്കുക. പിന്നീട് കണ്ണുകൾ അടച്ച് പുരികമധ്യേ ആ ദീപനാളം അനുഭവിക്കാൻ ശ്രമിക്കൂ. പിന്നീട് ആ നാളം പ്രഭ ചൊരിഞ്ഞ് ഹൃദയകമലത്തിലേക്ക് വരട്ടെ. ദീപം ഹൃദയത്തിൽ പ്രവേശിക്കുമ്പോൾ ഹൃദയകമലം ഓരോ ഇതളായി വിടരുന്നത് സങ്കല്പിക്കുക. ഓരോ വികാരത്തെയും ചിന്തയെയും നാളം സ്പർശിക്കുന്നതായും നിങ്ങളിലെ തമസ് അകലുന്നതായും സങ്കല്പിക്കൂ. വെളിച്ചം ഉള്ള ദിക്കിൽ ഇരുട്ടിന് ഇടമില്ലാതാകും. ജ്വാല ക്രമേണ വികസിക്കുന്നതായും ഉജ്ജ്വലിക്കുന്നതായും ഭാവന ചെയ്യണം. കൈകളിലേക്ക് ഇനി ജ്വാല പ്രവേശിക്കുകയാണ്. അതോടെ കരങ്ങൾ പവിത്രമായി. ഇനിയൊരിക്കലും ഈ കൈകളാൽ അരുതാത്തത് ചെയ്യില്ല. അതുപോലെ കാലുകളെയും ജ്യോതി സ്പർശിച്ച് പവിത്രമാക്കട്ടെ. പാദപാണികൾ ഇനി പ്രേമവും പ്രകാശവും പരത്താനുള്ള ഉപകരണങ്ങളായി തീരുന്നു. ജ്യോതി നാവിനെ സ്പർശിക്കുന്നതോടെ അസത്യം എന്നേക്കുമായി മറഞ്ഞു കഴിഞ്ഞു. മിഴികളെയും ശ്രോത്രങ്ങളെയും ജ്വാല സ്പർശിക്കുന്നു. ഇനി ആ ഇന്ദ്രിയങ്ങൾ മലിനമായതിനെ കാണില്ല, കേൾക്കില്ല. ജ്യോതിയുടെ പ്രകാശം ശിരസിൽ നിറയുന്നതായി ഭാവന ചെയ്യൂ. ഇനി മുതൽ അധമചിന്തകൾക്ക് സ്ഥാനമില്ല. അവയെല്ലാം ഓടിയകന്നു. നിങ്ങളുടെ ഉള്ളിലുള്ള പ്രകാശം കൂടുതൽ ഉജ്ജ്വലമാകുന്നതായി സങ്കല്പിക്കുക. ആ പ്രകാശം നിങ്ങളിൽ നിന്നും പുറത്തെത്തി ചുറ്റിലും വ്യാപിക്കുകയാണ്. ചുറ്റുപാടുകളെയും ബന്ധുമിത്രാദികളെയും ശത്രുക്കളെയും എതിരാളികളെയും അപരിചിതരെയും സമസ്ത ജീവജാലങ്ങളെയും ലോകം മുഴുവനും ദിവ്യജ്യോതി സ്പർശിക്കുന്നു, പവിത്രമാക്കുന്നു. ഈ ജ്യോതി നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ എന്നും നിഷ്ഠയായി പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്നാൽ ദുശ്ചിന്തകളും ദുർവികാരങ്ങളും അശുഭചിന്തകളും നിങ്ങളെ ഉടൻ തന്നെ വിട്ടൊഴിയും. അധമമായ ഭക്ഷണങ്ങളോട് ആകർഷണം കുറയും. നിങ്ങൾ ദുർജന സംഘത്തിൽ ചെന്നു ചേരുകയില്ല. ലോകം മുഴുവൻ കുളിർപ്പിച്ചു നിൽക്കുന്ന ദിവ്യപ്രകാശത്തിൽ സ്വയം നിൽക്കുക. നിങ്ങൾക്ക് ഒരു ഇഷ്ടദേവനുണ്ടെങ്കിൽ ആ ദിവ്യരൂപത്തെ സർവവ്യാപിയായ ആ ജ്യോതിയിൽ കാണുക. കാരണം പ്രകാശം ഈശ്വരനാകുന്നു, ഈശ്വരൻ പ്രകാശമാകുന്നു. ഞാൻ ഉപദേശിച്ച ഈ ധ്യാനം നിത്യവും ശീലിക്കൂ. മറ്റുള്ള സമയങ്ങളിൽ ഇഷ്ടമുള്ള ഈശ്വരനാമം ജപിക്കൂ. ഭഗവത് കാരുണ്യത്തിലും ശക്തിയിലും അത്യുദാരതയിലും തികച്ചും ബോധ്യവുമായിരിക്കുക. ജ്യോതിധ്യാനത്തിന്റെ ചുവടുകൾ. ധ്യാനത്തിന് നിശ്ചിത സമയം, സ്ഥലം അത്യാവശ്യം. നിത്യവും ധ്യാനം പരിശീലിക്കണം. രാവിലെ ഏറ്റവും നന്ന്. അതിനു കഴിയാത്തവർ വൈകുന്നേരം ശീലിക്കുക. മനസ്സിനും ശരീരത്തിനും സുഖമായുള്ള ഒരു ആസനം സ്വീകരിക്കുക. 3 ഉരുവെങ്കിലും ഓങ്കാരം ജപിക്കണം. 21 പ്രാവശ്യം ഉത്തമം. ഓങ്കാരത്തിന്റെ പവിത്രമായ നാദം മനസ്സടങ്ങാൻ ഏറ്റവും നന്ന്. ശ്വാസം താളക്രമത്തിലാക്കുക. ഏറ്റവും സ്വാഭാവികവും പ്രയത്നരഹിതവുമായി ശ്വാസഗതിയെ ശ്രദ്ധിക്കുക എന്ന് സാരം. ശ്വാസം എടുക്കുമ്പോൾ സോ എന്നും വിടുമ്പോൾ ഹം എന്നുമാണ് ശബ്ദമുണ്ടാകുന്നത്. സോ അഹം, അവൻ, ഞാൻ, അവൻ തന്നെ എന്നു സാരം. ഇനി നമുക്ക് ജ്യോതിപ്രകാശത്തിൽ മഗ്നനാകാം. ജ്യോതിയെ ശ്രദ്ധിച്ചു നോക്കുക. ഹൃദയത്താമരയിൽ ജ്യോതി പ്രകാശിക്കുന്നതായി സങ്കല്പിക്കുക. ഈശ്വരപ്രേമം അനുഭവിക്കൂ. ഇനി ജ്യോതി ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും കൊണ്ടുപോകൂ. എന്റെ മിഴികൾ ഇനി അരുതാത്തത് കാണാതിരിക്കട്ടെ. എന്റെ ചെവികൾ മോശമായത് കേൾക്കാതിരിക്കട്ടെ. എന്റെ നാവ് നല്ലത് മാത്രം സംസാരിക്കട്ടെ. എന്റെ കൈകൾ നല്ലത് മാത്രം ചെയ്യട്ടെ. എന്റെ പാദങ്ങൾ നല്ല പ്രവൃത്തികൾ ഉള്ള ദിക്കിലേക്ക് മാത്രം പോകട്ടെ. ജ്യോതി സ്പർശിക്കുന്ന അവയവങ്ങളെല്ലാം ശക്തമാകുന്നതും അരോഗമാകുന്നതും സങ്കല്പിക്കുക. ഇപ്പോൾ ശരീരവും മനസ്സും ഒരുപോലെ ശക്തവും ശുദ്ധവും പവിത്രവുമായി. മിഴികൾ മെല്ലെ തുറന്ന ജ്യോതിയെ 2-3 മിനിറ്റ് നോക്കുക. ഇനി ജ്യോതിയിൽ ബാബയുടെ രൂപം അഥവാ ഇഷ്ടദേവന്റെ രൂപം കാണുക. വളരെ സാവധാനം സുഖമായി ഓം ശ്രീ സായിരാം അല്ലെങ്കിൽ ഇഷ്ടമന്ത്രം ജപിക്കുക. മെല്ലെ മിഴികൾ അടച്ച് ധ്യാനിക്കുക. മിഴികൾ തുറക്കാതെ മന്ത്രജപം, ജ്യോതി ദർശനം മുതലായവ നിർത്തി ശാന്തമായി കുറച്ചു സമയം ഇരിക്കുക. ധ്യാനാവസാനം മൃദുവായി മെല്ലെ ജപിക്കുക. അസതോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി.
ഭഗവാൻ ബാബ ധ്യാനത്തെക്കുറിച്ച് അരുളുന്നു. സിനിമ, വിനോദയാത്ര, ആഘോഷങ്ങൾ തുടങ്ങിയവയ്ക്കൊക്കെ എല്ലാവരും സമയം കണ്ടെത്തുന്നു. ഊർജത്തിന്റെ ഉറവിടമായ ഈശ്വരനെ സ്മരിക്കാനും സമയം കണ്ടെത്തുക തന്നെ വേണം. അതിരാവിലെ ധ്യാനത്തിന് ഉത്തമം. പകൽവേളയിൽ സഹപ്രവർത്തകരുടെ ഇടപെടൽ ഉണ്ടാകും. മാത്രമല്ല, അപ്പോൾ ധ്യാനിക്കാൻ പോയാൽ നിങ്ങളുടെ കർത്തവ്യങ്ങൾ നിറവേറ്റാനും കഴിയാതെ വരും. യഥാർത്ഥ ധ്യാനം ഈശ്വരനിൽ ആണ്ടുമുങ്ങുകയാണ്. ലക്ഷ്യം ഈശ്വരൻ മാത്രം. സർവം ഹരിമയം. ഏകാഗ്രത എന്നാൽ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ നിന്ന് പിൻവലിഞ്ഞ് ഈശ്വരനിൽ നിൽക്കുന്ന അവസ്ഥ. ഏകാഗ്രതയ്ക്കും ധ്യാനത്തിനും ഇടയിൽ ഒന്നുണ്ട്, ധാരണ. ഞാൻ ധ്യാനിക്കുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ധ്യാനമല്ല, അവിടെ പ്രവർത്തിക്കുന്നത് മനസ്സാണ്. ധ്യാനിക്കുന്നു എന്ന് ഒരുവൻ അറിയുന്നുവെങ്കിൽ അത് ധ്യാനമല്ല. ശരിയായ ധ്യാനത്തിൽ മനസ്സ് രൂപങ്ങളിൽ നിന്നൊക്കെ വഴുതി ഈശ്വരനിൽ ലയിക്കും. അപ്പോൾ സ്വാഭാവികമായും മനം നിശ്ചലമാകും. ജ്യോതി ദർശിക്കുന്നതും ചലിക്കുന്നതും എന്തിനിങ്ങനെ ഭാവന ചെയ്യണം? കാടുകയറുന്ന അരുതാത്ത മേച്ചിൽപ്പുറങ്ങൾ തേടുന്ന മനസ്സിനെ അടക്കാനും നല്ല ശീലങ്ങൾക്ക് വശംവദമാക്കാനുമാണിത്. ഇതോടെ ചിത്തവൃത്തികളുടെ എണ്ണം കുറയും. അതാണല്ലോ മനം ശാന്തമാക്കുക എന്നത്. ജ്യോതി ശരീരത്തിൽ വ്യാപിക്കുന്നതും പ്രകാശം ലോകത്തിൽ വ്യാപിക്കുന്നതും ഭാവന ചെയ്യുമ്പോൾ സാധകൻ ശാരീരിക ബോധതലത്തിൽ നിന്നും ഉയരുന്നു. ഈ ധാരണ തുടരാനായാൽ അത് ക്രമേണ ധ്യാനത്തിലേക്ക് സ്വാഭാവികമായി എത്തിക്കും. ജ്യോതിർധ്യാനത്തിന് ശേഷം ലോകചിന്തകളിലേക്ക് തിരിച്ചു വരുമ്പോൾ ജ്യോതിയെ ഹൃദയത്തിൽ ദിനം മുഴുവൻ കെടാതെ സൂക്ഷിക്കുക. ധ്യാനം ഈശ്വരനിലേക്കുള്ള സുഗമമായ രാജപാതയാണ്. ധ്യാനം പ്രയോജനപ്രദമാകണമെങ്കിൽ തിടുക്കവും പരിഭ്രമവും കൂടാതെ ചിട്ടയായ നിരന്തരമായ പരിശീലനം തുടരണം. ക്രമമായ പരിശീലനത്തിലൂടെ സാധകന് ശാന്തമാകാനും സ്വാഭാവികമായി ധ്യാനത്തിലാഴാനും സാധിക്കും. എനിക്കതിന് കഴിയുമോ എന്നൊക്കെ ചിന്തിക്കുന്നത് ദുർബലത മൂലം. ഭഗവാനെ വിളിക്കൂ, അവിടുന്ന് തുണയ്ക്കും. ഈശ്വരൻ പ്രതികരിക്കും. അവിടുന്ന് തന്നെ ഗുരുവായി വരും, നിങ്ങൾ നയിക്കും. ഭഗവാൻ സദാ നിങ്ങൾക്കൊപ്പമുണ്ട്. വിജയം ഉറപ്പ്. ഈശ്വരനെ ചിന്തിക്കുക, ഈശ്വരനെ കാണുക, കേൾക്കുക, കഴിക്കുക, കുടിക്കുക, പ്രേമിക്കുക, എല്ലാം ഈശ്വരമയം. ഇതാണ് എളുപ്പമുള്ള വഴി. അജ്ഞാനത്തെ നശിപ്പിക്കാനുള്ള നിങ്ങളുടെ യഥാർത്ഥ പ്രകൃതം എന്തെന്നറിയാനുള്ള രാജപാതയാണിത്. അതായത് ഈശ്വരനുമായി ഒന്നാകുക. ധ്യാനത്തിൽ നടുനിവർന്ന് നേരെ ഇരിക്കണം. അതിന് വളരെ പ്രാധാന്യമുണ്ട്. നട്ടെല്ലിന്റെ 9-നും 12-നും ഇടയിലുള്ള കശേരുക്കളുടെ സ്ഥാനത്താണ് ജീവോർജം. നട്ടെല്ലിന്റെ ഈ ഭാഗത്ത് ക്ഷതമേറ്റാൽ തളർന്നു വീഴും. നട്ടെല്ല് നിവർന്നിരിക്കുമ്പോൾ ജീവോർജം സുഗമമായി ശരീരത്തിൽ ഉയരും. അപ്പോൾ ഏകാഗ്രത വർദ്ധിക്കും. ഇടിമിന്നലിനെ ആകർഷിക്കാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള കാന്തങ്ങൾ പോലെ നിവർന്നു നിൽക്കുന്ന നട്ടെല്ല് ശരീരമാകുന്ന ക്ഷേത്രത്തിലേക്ക് ദിവ്യോർജം സ്വീകരിക്കുന്നു. സാധകനെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്നു. മറ്റൊരു ഉദാഹരണം, ദിവ്യോർജം എല്ലായിടത്തുമുണ്ട്, റേഡിയോ തരംഗങ്ങൾ പോലെ. പക്ഷെ റേഡിയോയിൽ സംഗീതം കേൾക്കാൻ ആന്റിന വേണം. നന്നായി ട്യൂൺ ചെയ്തില്ലെങ്കിൽ പാട്ട് കേൾക്കില്ല, ഇരപ്പേ ഉണ്ടാകൂ. അതുപോലെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ദിവ്യോർജം സാധകനിലേക്ക് ഒഴുകണമെങ്കിൽ ശരീരം നേരെ ഇരിക്കണം, ധ്യാനം ശരിയായി നടക്കണം. ധ്യാനകാലങ്ങളിൽ ആദ്യം നിങ്ങൾ ജ്യോതിയിലാണ്, പിന്നീട് ജ്യോതി നിങ്ങളിലാണ്, ഒടുവിൽ ജ്യോതി നിങ്ങളാണ്. ജ്യോതി സർവവ്യാപിയാണ്. ദിനം മുഴുവനും ആ ജ്യോതി ഹൃദയത്തിൽ സൂക്ഷിക്കൂ. നിങ്ങളുടെ ഇഷ്ടം പോലെ കൃഷ്ണനോ രാമനോ യേശുവോ സായിയോ ഏതുമാകട്ടെ ഈശ്വരന്റെ രൂപം. ജ്യോതി മധ്യത്തിൽ ആ ഇഷ്ടദേവതയെ കാണുക. ജ്യോതി എവിടെ സഞ്ചരിച്ചാലും ഇഷ്ടദേവതയും ഉണ്ടാകട്ടെ. അപ്പോൾ നിങ്ങൾ ഈശ്വരനൊപ്പം എല്ലായിടത്തും ഉണ്ടാകും. ധ്യാനത്തിന് ഉദരത്തിന്റെ കാര്യം പ്രധാനമാണ്. വയറിന്റെ കാൽഭാഗം ഭക്ഷണം, അരഭാഗം ജലം, കാൽഭാഗം വായു. അമിതാഹാരം മന്ദത ഉണ്ടാക്കും, മിതാഹാരം ആരോഗ്യകരം. വളരെയധികം പാൽ നന്നല്ല, അത് രജോഗുണവർദ്ധനവിന് കാരണമാകും. ആഹാരം പോലെയാണ് മനസ്സ്. സത്വഗുണപ്രധാനമായ ആഹാരം സാത്വികത ഉളവാക്കും. പഴങ്ങൾ, പാൽ എന്നിവ ശീതകരം, ഉള്ളി ഉഷ്ണവീര്യം, അത് ഒഴിവാക്കുക. ഇന്ദ്രിയാധീനത, കാമവികാരാതിരേകം എന്നിവയെ മാംസാഹാരം പെരുപ്പിക്കും. മത്സ്യാഹാരം ദുഷിച്ച ചിന്തകളെ ഉണർത്തും. ജലത്തിൽ ജീവിക്കുന്നുവെങ്കിലും മത്സ്യത്തിന് ദുർഗന്ധമാണുള്ളത്. ആധ്യാത്മിക ജീവിതത്തിന് ആഗ്രഹമെങ്കിൽ മത്സ്യമാംസങ്ങൾ നന്നല്ല. മറ്റൊരു ആധ്യാത്മിക വശമുണ്ട്. മൃഗങ്ങളെ കൊല്ലുമ്പോൾ അവയെ ദ്രോഹിക്കുന്നു, വേദനയുളവാക്കുന്നു. ഈശ്വരൻ എല്ലാ ജീവനിലും വസിക്കുന്നു. അപ്പോൾ മറ്റൊന്നിനും വേദന ഉണ്ടാക്കുന്നത് ഈശ്വരനെ ദ്രോഹിക്കുന്നതിന് സമമല്ലേ? മൃഗങ്ങളുടെ ജീവിതം മനുഷ്യനെ ആഹാരമാക്കാനുള്ളതല്ല, അവ തങ്ങളുടെ ജീവിതക്രമം പൂർത്തിയാക്കാൻ വന്നവയാണ്. മനുഷ്യൻ മരിച്ചാൽ മൃഗങ്ങൾ ആ ശവം തിന്നേക്കാം. പക്ഷേ മനുഷ്യ ശരീരം ഉണ്ടായത് മൃഗങ്ങൾക്ക് ഭക്ഷണത്തിനു വേണ്ടിയല്ല. അതല്ല മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശ്യം. അതുപോലെ മനുഷ്യൻ മൃഗങ്ങളെ ഭക്ഷിക്കുന്നു. പക്ഷെ മൃഗങ്ങൾ മനുഷ്യന് ആഹാരത്തിന് വേണ്ടി ജനിച്ചവയല്ല.
പക്ഷെ എന്തു ചെയ്യാം, മാംസാഹാരം പലർക്കും ശീലമായി തീർന്നിരിക്കുന്നു. അത്തരം ആഹാരങ്ങൾ ഒഴിവാക്കുക, മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുക. ഈശ്വര സാന്നിധ്യം പ്രകടമായി അനുഭവിക്കുക, അവനവനും ലോകത്തിനും ശാന്തിയേകുക. അതിനായി ഇന്നു മുതൽ സായീശ്വരൻ എന്നിലൂടെ ചിന്തിക്കട്ടെ, ഭഗവാൻ എന്നിലൂടെ അനുഭവിക്കട്ടെ, ഭഗവാൻ എന്നിലൂടെ സംസാരിക്കട്ടെ, ഭഗവാൻ എന്നിലൂടെ പ്രവർത്തിക്കട്ടെ, ഭഗവാൻ എന്നിലൂടെ സ്നേഹിക്കട്ടെ. അതിനായി ഞാൻ ഒരുങ്ങട്ടെ. അതിന്റെ കാരണം കേട്ടോളൂ. ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം അദ്ദേഹം ചെലവഴിച്ചത് സായി സേവയിൽ. ഇപ്പോൾ പ്രായമായി, മുറിയിൽ ഒറ്റയ്ക്ക് താമസം, ആരും കാണാൻ വരാറില്ല. ഒരു നാൾ കതകിൽ മുട്ടുകേട്ടു. വാതിൽ മെല്ലെ തുറന്ന് ഭഗവാൻ അരികിലെത്തി. കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ അദ്ദേഹം കൈകൊപ്പി, കണ്ണീർ കുടുകുടെ ഒഴുകി. ഭഗവാൻ കട്ടിലിനരികിലെത്തി, കസേരയിൽ ഇരുന്നു, കാരുണ്യപൂർവ്വം ഭക്തനെ നോക്കി. പിന്നെ മൃദുവായി അരുളി, ഞാൻ നിന്നെ മറന്നിട്ടില്ല. നീ ചെയ്ത സേവകളൊക്കെ എനിക്കറിയാം. അതാണ് ഞാൻ വന്നത്. ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയുമില്ല. മറ്റാരും നിന്റെ സമീപം വരാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ? ഭഗവാൻ തുടർന്നു, നീ എല്ലാവരോടും പരുഷമായിട്ടേ സംസാരിക്കാറുള്ളൂ. അതാണ് ഇപ്പോൾ ആരും നിന്റെ സമീപം വരാതിരിക്കുന്നത്. മൃദുവായി സ്നേഹപൂർവ്വം സംസാരിക്കൂ എന്ന സായി വാണികളുടെ ആഴം മനനം ചെയ്യുക. ഓം തത്സത്.